റിയൽ ഇൻഫോബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വീണ്ടും ആനുകൂല്യങ്ങൾ നൽകുന്നുവെന്ന വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ കൂടുതൽ സജീവമാവുകയാണ്. ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമായി 1600 രൂപ വീതം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ കിട്ടിത്തുടങ്ങും. ബാങ്ക് അക്കൗണ്ട് വഴി തുക സ്വീകരിക്കുന്ന 27 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ ചിലർക്ക് 200 മുതൽ 500 വരെ തുക കുറവ് വന്നിട്ടുണ്ട്. ആ തുക കൂടി ഇന്നു മുതൽ വിതരണം ചെയ്യുന്നതാണ്. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കാണ് 200 മുതൽ 500 രൂപ വരെ കേന്ദ്ര സർക്കാരിൻ്റെ തുക കുറവ് വന്നിട്ടുള്ളത്. പെൻഷൻ തുക അനുവദിച്ചിട്ട് സേവന സൈറ്റിൽ തുക കൈമാറിയതായി കാണിച്ചിട്ടുള്ളവർക്കും ഇന്നു മുതൽ തുക ലഭിച്ചു തുടങ്ങും. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരു ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്തേക്കുമെന്നായിരുന്നു ആദ്യം അറിയിപ്പ് വന്നിരുന്നത്. എന്നാൽ കുടിശ്ശിക പെൻഷൻ 6400 രൂപ കൂടി വിതരണം ആരംഭിക്കുകയാണ്. വിധവ പെൻഷൻ വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരല്ലെന്ന സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ്. ന്യൂ ഇയറിനോടനുബന്ധിച്ച് കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുന്നതാണ്. ജനുവരി മാസം അവസാനമായി വരുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കും. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.